ഇവിടെ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും ഒക്കെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ സ്ഥിരമായി നിയന്ത്രിക്കാൻ കഴിയുന്നു. SDPIയും PFIയും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ പോകുന്നു. വിശുദ്ധനായിട്ടുള്ള മുഖ്യമന്ത്രി ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കും PFIക്കുമെതിരെ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ചെറിയൊരു നിറം മാറ്റം, ഒരു അടവ് നയം CPM ഇപ്പൊ സ്വീകരിച്ചതിന്റെ തെളിവാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന. പക്ഷെ മുഖ്യമന്ത്രിക്കും LDFനും ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും എതിരായി സംസാരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമുണ്ടോ? നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SDPIയുമായി ചേർന്നാണ് കട്ടാങ്ങൽ പഞ്ചായത്ത് LDF ഭരിക്കുന്നത്. പത്തനംതിട്ടയിലെ കോട്ടുകാൽ പഞ്ചായത്ത്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റി LDF ഭരിക്കുന്നത് SDPIയുമായി ചേർന്നാണ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ LDFന് SDPIയുമായി ബന്ധമുണ്ട്. തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ നടന്ന അവിശ്വാസ പ്രമേയത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം SDPIയുടെ സഹായത്തോടുകൂടിയാണ്. കോൺഗ്രസും CPMും SDPIയും ചേർന്നാണ് അവിടെ അവർ ഭരണം പിടിച്ചത്. ഇതെല്ലാം വളരെ വ്യക്തമാവുന്നത് രണ്ട് മുന്നണികൾക്കും മതഭീകരവാദ സംഘടനകളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും PFI പരസ്യമായി അവരുടെ ലഘുലേഖകളുമായി UDFനോടൊപ്പം അണിനിരന്നു. കോൺഗ്രസ് നേതാക്കന്മാർ വെൽഫെയർ പാർട്ടി നേതാക്കളുമായും PFI നേതാക്കളുമായിട്ട് പരസ്യമായി ബാന്ധവം ചെയ്തു. SDPIയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കേരളത്തിൽ ഇതാദ്യമല്ല. K. സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ SDPIയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ SDPIക്കും PFIക്കും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നു. അതാണ് ഇപ്പൊ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മാധ്യമങ്ങളും ഇരു മുന്നണികളും അതിനെ ഗൗരവത്തിലെടുത്തില്ലെങ്കിലും PFIക്ക് കേരളത്തിൽ പൊതുവെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തിനകത്ത് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം കൈവരുന്നു. PFI നിയന്ത്രിക്കുന്നത് പോലെ ആരാധനാലയങ്ങളെ ബന്ധപ്പെടാൻ അവർക്ക് കഴിയുന്നു, ആരാധനാലയങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നു. ഇന്നവരെ കേരളത്തിൽ നാം എവിടെയും കണ്ടിട്ടില്ല ഒരു ഭീകരവാദ ശക്തികൾ, നിരോധിത ഭീകരവാദ സംഘടന ജനറൽ ആരാധനാലയങ്ങളിൽ ചെന്ന് അവർക്ക് അവരുടെ ഇംഗിതം നടപ്പാക്കാൻ കഴിയുന്നു, ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. ഒരു സമുദായത്തെ ആകെ സ്വാധീനിക്കത്തക്ക നിലയിലേക്ക് കേരളത്തിൽ മതഭീകരവാദം വളർന്നിരിക്കുന്നു. അത് കാണാൻ മതേതര പാർട്ടികൾ എന്ന് പറയുന്നവരോ നിഷ്പക്ഷത നടിക്കുന്ന മാധ്യമങ്ങളോ പോലും തയ്യാറാവുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കുറച്ചു കാലമായി നാം ഇവിടെ മാത്രമല്ല ഇത് കണ്ടത്. നാം പാലായിൽ അത് കണ്ടു, കൽപ്പറ്റയിൽ അത് കണ്ടു, കഴിഞ്ഞ തവണയും പാലക്കാട് അത് കണ്ടു. മതഭീകരവാദ ശക്തികൾ കക്ഷി വ്യത്യാസമില്ലാതെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ തോൽപ്പിക്കാൻ ഒരു സമുദായത്തെ സ്വാധീനിക്കുന്നു. ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പാപഭാരത്തിൽ നിന്ന് UDFന് മാത്രമല്ല LDFനും കൈ കഴുകി കളയാൻ കഴിയില്ല.